ദുരന്തമുഖത്ത് പോലും കേരളത്തെ ധനസഹായം നൽകാതെ അവഗണിക്കുമ്പോഴും മറ്റ് സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി നൽകി കേന്ദ്ര സർക്കാർ. ഹിമാചലിന് 2000 കോടിയുടെ കേന്ദ്ര സഹായമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതിയാണ് കേന്ദ്ര സഹായം അനുവദിച്ചത്. വിവരങ്ങളുമായി ഇപ്പോൾ സി ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. സിബി, 2023 വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഹിമാചൽ പ്രദേശിന് 2023 കോടി കൂടി അനുവദിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാകുന്നു. 2023 തന്നെ 633 കോടി ഹിമാചലിന് അനുവദിച്ചിരുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് വേണ്ടി സഹായം വേണമെന്ന് ഹൈക്കോടതിയിലടക്കം കേരളം പോകേണ്ടി വന്ന സാഹചര്യത്തിലാണ് ഈ പക്ഷപാതം കേന്ദ്രം തുടരുന്നത്. ഇത് കേരളത്തോടുള്ള വലിയ വൈരം തന്നെയാണ്. എന്താണ് കണക്കുകൾ പറയുന്നത്? സിജു, ഈ കഴിഞ്ഞ ദിവസമാണ് ദില്ലിയിൽ വീണ്ടും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ, കൂടാതെ കൃഷിമന്ത്രിയും നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ അടക്കമല്ലാതിൻ്റെയും ഉന്നത സമിതി യോഗം ചേരുകയും ഈ പ്രകൃതി ദുരന്തങ്ങൾക്ക് വേണ്ടിയുള്ള 2024-25 ഈ SDRF NDRF ഫണ്ട് അടക്കമല്ലാതിൻ്റെയും പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഇതിലാണ് വീണ്ടും കേരളത്തോടുള്ള തീർത്തും അവഗണന വ്യക്തമായിരിക്കുന്നത്, അല്ലെങ്കിൽ അവഗണന ആവർത്തിക്കുന്നത്. ഹിമാചൽ പ്രദേശിന് 2006 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചതായി ഈ കേന്ദ്ര ധനമന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളിൽ പറയുന്നു. പ്രത്യേകിച്ച് 2023 വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടും മറ്റ് മണ്ണിടിച്ചിൽ മേഘവിസ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുനർനിർമ്മാണത്തിലാണ് ഈ 2006 കോടി രൂപയുടെ പാക്കേജ് ഇപ്പോൾ ഹിമാചൽ പ്രദേശിന് അനുവദിച്ചിരിക്കുന്നത്. 2023 ഡിസംബറിൽ ഈ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ അന്ന് 600 കോടിയിലധികം രൂപയുടെ സഹായം അന്ന് നൽകിയിരുന്നു. അതുകൂടാതെ സിക്കിമിന്, ഹിമാചൽ പ്രദേശിന് 2006 കൂടാതെ സിക്കിം സംസ്ഥാനത്തിന് 555 കോടിയും ഉത്തരാഖണ്ഡിലെ ജോഷിമഠിൽ പുനരധിവാസത്തിനായി 1658 കോടിയും അനുവദിച്ചതായി ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിക്കുന്നു. പക്ഷേ എന്നിട്ടും ഈ ഒരു വർഷമായിട്ടും വയനാടിലെ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രൂപ പോലും ഇത്തവണത്തെ മീറ്റിംഗിലും ഉണ്ടായില്ല. അല്ലെങ്കിൽ അവിടെയും ഇത്തവണയും ഈ ഒരു അവഗണന ആവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ KN ബാലഗോപാൽ അടക്കമുള്ള മന്ത്രിമാരെല്ലാം തന്നെയും കഴിഞ്ഞ ദിവസവും ദില്ലിയിലെത്തി ധനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും നേരിൽ കണ്ടുകൊണ്ട് വീണ്ടും നിവേദനം നൽകുകയും കേന്ദ്ര ധനസഹായം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത്തവണ ഏറ്റവും പുതിയ ഒരു ഉന്നത സമിതി യോഗത്തിൽ പോലും വീണ്ടും ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രൂപ പോലും നീക്കിവെച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് സംസ്ഥാനങ്ങൾക്ക്, ആന്ധ്ര, ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി നൽകുമ്പോൾ കേരളത്തിലുള്ള അവഗണന ഇത്തവണയും ആവർത്തിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സിജു, ശരി, സി ജോസഫാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ദുരന്തമുഖത്ത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിനായി കേരളം സഹായം ആവശ്യപ്പെടുമ്പോഴും ഹിമാചൽ പ്രദേശിന് 2000 കോടി കൂടി, മൊത്തമായി 2633 കോടിയാണ് ഹിമാചൽ പ്രദേശിന് കേന്ദ്ര സർക്കാർ സഹായമായി നൽകിയത്. വിവരങ്ങളാണ് സി ജോസഫ് ദില്ലിയിൽ നിന്ന് നൽകിയത്.